വയസ്സുള്ള പെൺകുട്ടിയെ കൊണ്ടാണ് പേരൻസ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ അവർ പറയുമായിരുന്നു, കുഞ്ഞ് നമ്മൾ ചെയറിലൊക്കെ ഇരിക്കുമ്പോൾ ചെയറിൻ്റെ അറ്റത്തെ ഭാഗത്ത് വന്നിരുന്നിട്ട് ആ ജെനിറ്റൽ ഏരിയ അവിടെ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് ഒരു സ്വിങ് മോഷനിൽ ഇങ്ങനെ ആടി 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 റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് ലാസ്റ്റ് കുഞ്ഞ് ക്ഷീണിച്ച് കിടന്നുറങ്ങുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ പേരൻസ് വളരെ പാനിക്കായിട്ടാണ് കുട്ടിയെ കൊണ്ടുവന്നത്, ഇതെന്താണെന്നുള്ളത്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഇത് തികച്ചും നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനെ നമ്മൾ ചൈൽഡ്ഹുഡ് മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ ഒരു സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ ബിഹേവിയർ എന്നാണ് പറയുന്നത്. കുഞ്ഞിൻ്റെ വളർച്ചാ ഘട്ടങ്ങളിൽ നോർമലായിട്ട് അത് ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും അവർ ജെനിറ്റൽ ഏരിയ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കോമൺ ആയിട്ട് കാണുന്ന കാര്യമാണ്. അപ്പോൾ പബ്ലിക്കിലൊക്കെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പേരൻസ് വളരെയധികം ഇമോഷണൽ ആയിട്ടാണ് ഇതിനെ എടുക്കാറ്. ഇത് കൂടുതലായിട്ടും കുഞ്ഞുങ്ങൾ ഒരു സെൽഫ് എക്സ്പ്ലോറേഷൻ ബിഹേവിയറിലാണ് ചെയ്യുന്നത്. അതായത് അവരുടെ ബോഡി പാർട്സ്, എല്ലാ ബോഡി പാർട്സും എക്സ്പ്ലോർ ചെയ്യുന്ന അതേ രീതിയിൽ നമ്മുടെ ജെനിറ്റൽ ഏരിയയും എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, കുഞ്ഞുങ്ങൾ വളരെ ക്യൂരിയസ് ആണ്. അപ്പോൾ അവരുടെ സെൽഫ് എക്സ്പ്ലോറേഷൻ ബിഹേവിയർ ആയിട്ട് ഇത് കാണാറുണ്ട്. രണ്ടാമത്, കുഞ്ഞുങ്ങൾ ബോറടിക്കുമ്പോൾ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. മൂന്നാമതായിട്ട് അവർക്ക് കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷനുള്ള കുഞ്ഞുങ്ങളിലും ഇങ്ങനെ സ്റ്റിമുലേഷനുമായിട്ടുള്ള ഒരു ബിഹേവിയർ കാണാറുണ്ട്. അപ്പോൾ പേരൻസിന് ഇതിൽ എന്താണ് ചെയ്യാൻ പറ്റുക? ആദ്യം തന്നെ നിങ്ങൾ ഓവർ റിയാക്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ വളരെ കാമായിട്ട് നിങ്ങൾ ആ ആക്ടിവിറ്റിയിൽ നിന്ന് അവരെ ഡൈവേർട്ട് ചെയ്യുക. ഒരിക്കലും പാനിക് ആവാതിരിക്കുക. അതുപോലെ കുഞ്ഞുങ്ങളെ ബ്ലെയിം ചെയ്യുക, പണിഷ് ചെയ്യുക, ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഒരു 3-4 വയസ്സൊക്കെ കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പ്രൈവസി എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അതായത് ഒരു പ്രൈവറ്റ് പാർട്സിലൊക്കെ ടച്ച് ചെയ്യുമ്പോൾ ഇപ്പോഴും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ടൈമിൽ വേണം ടച്ച് ചെയ്യാൻ. പബ്ലിക്കായിട്ട് അവിടെ നിന്ന് ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ബിഹേവിയർ ഫ്രീക്വൻ്റ് ആയിട്ട് കമ്പൽസീവ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരു പീഡിയാട്രീഷ്യനെ കണ്ട് ഹെൽപ്പ് എടുക്കേണ്ടതാണ്.